വി എസ് രഞ്ജിത്ത് കൂടി നമുക്കൊപ്പം തുടരുന്നുണ്ട്. വി എസ് രഞ്ജിത്ത്, ഒരു സംശയം ഇപ്പോൾ പൊതുവെ സമൂഹത്തിൽ ഉയരുന്നത് അർജുനായെങ്കി കീഴടങ്ങാൻ വന്നതാണ്, അഭിഭാഷകന്റെ ഫ്ളാറ്റിൽ വെച്ച് തന്നെ കീഴടങ്ങി എന്ന് വേണമോ അതിനെ വിലയിരുത്താൻ? പക്ഷേ ആ സമയത്തും ഇറങ്ങി ഓടുന്നുണ്ട് അർജുനായെങ്കി. ഇറങ്ങി ഓടി അർജുനായെങ്കി ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു എന്നാണ് അതിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. നമുക്കറിയില്ല, പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതനുസരിച്ച് ഓടിച്ചിട്ട് പിടികൂടി എന്നാണ്. അങ്ങനെ പിടികൂടുന്ന സമയത്ത് നമ്മളുടെ ക്യാമറാമാൻ അവിടേക്ക് വളരെ വേഗത്തിൽ എത്തുന്നു, നമ്മുടെ വാർത്താ സംഘം എത്തുന്നു. ആ സമയത്ത് നമ്മളുടെ ക്യാമറയിൽ നോക്കിയിട്ട് അർജുനായെങ്കി ചോദിക്കുകയാണ്, കടലിൽ കാണാതായവരെ കിട്ടിയോ എന്ന് ചോദിച്ചിട്ടാണ് ജീപ്പിലേക്ക് കയറുന്നത്. പിന്നീട് സ്റ്റേഷനിൽ വെച്ച് എന്താണ് അർജുനായെങ്കി ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളാണ് ലിമേഷ് ചെറുപഴശ്ശി ഇപ്പോൾ വിവരിച്ചത്. അവിടെ പത്രമെടുത്ത് നോക്കുന്നു, കൃത്യമായ ആ സോഷ്യൽ മീഡിയയിൽ എന്താണോ ചെയ്തിരുന്നത് ഒരു കൂസലുമില്ലാതെ, മുഖം മറയ്ക്കാതെ, എന്നെ എന്തിനാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് എന്ന മട്ടിൽ കൂസാതെ നിൽക്കുന്ന അർജുനായെങ്കിയാണ് നമ്മൾ ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്നത്. അപ്പോൾ കേരള പോലീസിനെ വെല്ലുവിളിച്ചാൽ 48 മണിക്കൂറിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒളിവിൽ കഴിയാനാവില്ല എന്ന കൃത്യമായ സന്ദേശമാണ്. കാടിളക്കിയുള്ള തിരച്ചിലിനൊടുവിലാണ് അർജുനായെങ്കി പിടികൂടുന്നത്. പക്ഷേ അർജുനായെങ്കി പിടികൂടുമ്പോഴും അതും കണ്ണൂരിൽ നഗരമധ്യത്തിൽ ഈ അഭിഭാഷകരുടെ ഫ്ളാറ്റിൽ നിന്ന് പിടികൂടി എന്ന് പറയുമ്പോൾ അർജുനായെങ്കി കൂടി മനസ്സ് വിചാരിച്ചിട്ട് കീഴടങ്ങിയതാണോ? അങ്ങനെ വേണമോ കണക്കാക്കാൻ വി എസ് രഞ്ജിത്ത്? ഡോക്ടർ അരുൺകുമാർ, ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ വാർത്ത കൊടുത്തിരുന്നു, കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ ലക്ഷ്യമാക്കിയാണ് അർജുനായെങ്കി നീങ്ങുന്നത്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ കോഴിക്കോട് വലിയ തിരച്ചിൽ അർജുനായെങ്കിക്ക് വേണ്ടി നടത്തി. കോഴിക്കോട്ടെത്തി എന്നുള്ള സൂചന പോലീസിന് കിട്ടിയിരുന്നു. അവിടെ നിന്ന് കണ്ണൂരിലേക്കാണ് നീങ്ങാനുള്ള സാധ്യത എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അർജുനായെങ്കിക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന രണ്ട് സാധ്യതകളാണ്. ഒന്ന്, കേരളത്തിന് പുറത്തേക്ക് കടക്കുക എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിന് പുറത്തേക്ക് കടക്കാനുള്ള എല്ലാ കവാടങ്ങളും വഴികളും പോലീസ് അടച്ചു എന്ന വിവരം അർജുനായെങ്കിക്ക് കിട്ടിയതിനെ തുടർന്നാണ് അർജുനായെങ്കി കണ്ണൂരിൽ സുരക്ഷിതമായി പാർട്ടി ഗ്രാമങ്ങളിൽ ഒളിച്ചിരിക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി കണ്ണൂരിലേക്ക് നീങ്ങിയത്. പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരുടെ ഭാഗത്തുണ്ടായ പ്രതികരണം സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങളിലും അണികളിലുമൊക്കെ വലിയ ആശങ്കയുണ്ടാക്കും. എം വി ജയരാജനും ഇ പി ജയരാജനും പിണറായി വിജയനും അതുപോലെ എം വി ഗോവിന്ദനും ഒക്കെ തുടർച്ചയായി പറയുന്നു, അർജുനായെങ്കിയുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, അർജുനായെങ്കിയെ കേരള പോലീസിന് ചുണയുണ്ടെങ്കിൽ അവർ പിടിക്കട്ടെ, ഞങ്ങൾക്കതിൽ ആശങ്കയോ ഞങ്ങൾക്കതിൽ ഒരു തരത്തിലുമുള്ള എതിർപ്പോ വിയോജിപ്പോ ഇല്ല എന്നുള്ളത്. അപ്പോൾ പാർട്ടി ഗ്രാമങ്ങളിലും സുരക്ഷിതമല്ല എന്ന് കണ്ടതിനെ തുടർന്ന് ഒരുപക്ഷെ നിയമസഹായത്തിനു വേണ്ടി അഭിഭാഷകരുടെ അടുത്തെത്തിയതായിരിക്കാം, അവരുടെ നിർദ്ദേശപ്രകാരം കീഴടങ്ങിയതായിരിക്കാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓടിച്ചിട്ട് പിടിച്ചു എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ കേരള പോലീസ് ഓടുകയായിരുന്നു അർജുനായെങ്കിക്ക് വേണ്ടി, അങ്ങനെ ഓട്ടത്തിനൊടുവിൽ പിടിച്ചു എന്ന് വേണമെങ്കിൽ വായിക്കാം. അല്ലെങ്കിൽ അർജുനായെങ്കി അഭിഭാഷകരുടെ വീട്ടിൽ പോലീസ് എത്തിയപ്പോൾ ഇറങ്ങി ഓടണം, അങ്ങനെ ഇറങ്ങി ഓടുമോ അർജുനായെങ്കി എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും പോലീസ് ഓടിയിട്ടുണ്ട് അർജുനായെങ്കിക്ക് പിന്നാലെ എന്നുള്ള കാര്യം ഉറപ്പാണ്. 2 ദിവസം അർജുനായെങ്കി പോലീസിന്റെ കണ്ണ് വെട്ടിച്ചു. ഇടപ്പാളിലെ റിസോർട്ടിലെത്തി, പാലിയേക്കര ടോൾ പ്ലാസ കടന്നു വന്നു, കോഴിക്കോട്ടെത്തി, കോഴിക്കോട്ട് നിന്ന് കണ്ണൂരേക്കെത്തി. അങ്ങനെ ഈ ഘട്ടങ്ങളിലൊന്നും അർജുനായെങ്കിയെ പിടികൂടാൻ കേരള പോലീസിന് സാധിച്ചിട്ടില്ല. പക്ഷേ കേരള പോലീസിന്റെ നിഗമനം വളരെ കൃത്യമായിരുന്നു, കണ്ണൂരിലേക്ക് എത്തും അർജുനായെങ്കി എന്നൊരു കൃത്യമായ നിഗമനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കണ്ണൂരിൽ വല വിരിച്ചു കാത്തിരിക്കുകയായിരുന്നു കേരള പോലീസ്. അതിന്റെ അവസാനം ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ അർജുനായെങ്കി പിടിയിലാവുകയായിരുന്നു.